ദ്വിതീയ മൂലകങ്ങൾ അത് ഏറ്റവും കൂടുതൽ വേണ്ട, കുറച്ച് കുറവ് മതി. ഏറ്റവും കൂടുതൽ വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഏറ്റവും ഫസ്റ്റിൻ്റെ അത്രയും വേണ്ടെന്നേ ഉള്ളൂ. അതെന്നൊക്കെ കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ. ഇനിയും വേണ്ടത് ഏതാ? സൂക്ഷ്മ മൂലകങ്ങൾ. സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉപ്പ് പോലെയാണ്. ഉപ്പ് ഒരു കറിയിലില്ലെങ്കിൽ എന്താ രുചി വല്ലതും ഉണ്ടാവുമോ? അതുപോലെ തന്നെയാണ് സൂക്ഷ്മ മൂലകങ്ങൾ. വളരെ കുറച്ച് മതി, പക്ഷെ അത് ചെടികൾക്ക് വേണം, കമ്പൽസറി ആയിട്ട് വേണം. നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഒന്നാണ് ബോറോൺ. സിങ്കും ഉണ്ട്, ബോറോൺ വളരെ കുറവാണ്. അത് ബോറോണിന്റെ ഡെഫിഷ്യൻ പല മൂലകങ്ങളും നമുക്ക് കൂടുതലും ഉണ്ട്. അപ്പം ഇത് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ pH ബൂസ്റ്ററിനെ കുറിച്ച്, രണ്ടാമത് നമുക്ക് വരുന്നതാണ് SPCയുടെ ബയോ പവർ. ഈ ബയോ പവർ എന്ന് പറയുന്ന ആ നമ്മളുടെ ചാക്കിലെ വളമാണ്, അടിസ്ഥാന വളമാണ്, മണ്ണിലിട്ട് കൊടുക്കുന്ന വളം. അപ്പം ആ വളത്തിനകത്ത് ഞാൻ പറഞ്ഞ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതൊക്കെയാ? കാർബൺ, ഓർഗാനിക് കാർബൺ, പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഓക്കെ, പിന്നെ യൂറിയ, കാൽഷ്യം, മാഗ്നീഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. ഏതൊക്കെയാ ഞാനിപ്പോ പറഞ്ഞത്? ഏതൊക്കെയാ? ഓർഗാനിക് കാർബൺ ഇല്ലേ? രണ്ടാമത് എന്തായിരുന്നു? മാഗ്നീഷ്യം. അപ്പൊ പിന്നെ മൂന്നാമത്തേതാ? പ്രോട്ടീന് വേണ്ടി കൊടുക്കുന്ന. അപ്പൊ ഇതിനെല്ലാത്തിനും കൊടുക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ ഓർഗാനിക് കാർബൺ. ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ബേസ് തന്നെ ഓർഗാനിക് കാർബൺ ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ തന്നെ നമ്മുടെ ഓർഗാനിക് കാർബൺ കാർബൺ. രണ്ടാമത് എന്താ? യൂറിയ. പലതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും കാഷ്ടം ഉപയോഗിച്ചാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ കിട്ടുന്നത്? യൂറിയ. അടുത്തത് പ്രോട്ടീൻ. 3 തരം പിണ്ണാക്കുകൾ, പുങ്ങാമിയ, മരോട്ടി, നീം, 3 തരം പിണ്ണാക്കുകളുടെ കോമ്പിനേഷൻ ചേർക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. സൂക്ഷ്മ മൂലകങ്ങൾക്കായിട്ട് ഇതിനകത്ത് സീവീഡ് ജെല്ല് ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെടിക്ക് വേണ്ട പ്രോട്ടീനും കാൽഷ്യവും മാഗ്നീഷ്യവും സൾഫറും എല്ലാം ഒത്തുചേർന്ന ഒരു കോമ്പിനേഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാം അതേതായ അനുപാതത്തിൽ ഉണ്ടാക്കിയ ഒരു ഫണ്ടമെന്റൽ ഫെർട്ടിലൈസർ ആണ് ഏത്? ബയോ പവർ. മനസ്സിലായോ? ബയോ പവറിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തൊക്കെ ചേർക്കണം എന്നൊക്കെ മനസ്സിലായി? ഇപ്പൊ ബയോ പവർ എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ വളമാണ്. പിന്നെ നമുക്ക് അടുത്തതാണ് ഭൂമിത്ര. ഇപ്പൊ ഭൂമിത്ര എന്ന് പറയുന്നത് ബയോ പവർ പോലെ തന്നെ നമുക്ക് ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അതിൻ്റെതായ അനുപാതത്തിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഭൂമിത്ര. ബയോഗ്രീൻ. ബയോഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡ് ഗ്രീൻ എന്താ? പച്ചപ്പ്. പച്ചപ്പ് നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് ചെടികളിൽ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താ വരുന്നത്? മഞ്ഞളിപ്പ്. ഈ മഞ്ഞളിപ്പ് മാറ്റി പച്ചപ്പ് വരാനായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കാൽസ്യവും മാഗ്നീഷ്യവും ചേർന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എന്താ? കാൽഷ്യം മാഗ്നീഷ്യം കാർബണേറ്റ് ആണിത്. എന്താ? കാൽഷ്യം മാഗ്നീഷ്യം കാർബണേറ്റ്, ബയോഗ്രീൻ അഥവാ ഡോളമൈറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പം അവിടെ പറയുമായിരുന്നു, ഇന്ന് നമുക്ക് കടകളിൽ കിട്ടുന്ന ഒരു 6% പോലും ഡോളമൈറ്റ് ശരിയായിട്ടുള്ള ഡോളമൈറ്റ് അല്ല. 6% പോലും. കാരണം അത് മുഴുവൻ പല ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവർക്ക് പൈസ കൊടുക്കും, ഇതൊന്നും എടുത്തു മാറ്റാൻ പൈസ കൊടുക്കും. എന്നിട്ട് അതൊക്കെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിഭവൻ വഴി വരെ കൊടുക്കുന്നത്. അപ്പൊ പക്ഷെ നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്നും വിയന്നയിൽ നിന്നും ഒക്കെയുള്ള ശരിയായിട്ടുള്ള പാറ, പ്യുവർ ആയിട്ടുള്ള പാറ പൊടിച്ച് കറക്റ്റ് ആയിട്ടുള്ള രീതി, അതായത് ശരിക്കും പറഞ്ഞാൽ 12% മഗ്നീഷ്യവും അതോടൊപ്പം തന്നെ കാൽഷ്യം ഇത് ചേർന്ന ശരിക്കും പറഞ്ഞ ഈ നരച്ച് വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു ചെടിയിൽ നമ്മളുടെ ഈ പ്രോഡക്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കത് വ്യത്യാസം കാണാൻ പറ്റും. ശരിക്കും അത് പച്ചപ്പിലേക്ക് വരും പെട്ടെന്ന്. അതായത് ഈ ബയോഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾ എടുക്കും. അപ്പൊ ബയോഗ്രീൻ ഇപ്പം നരച്ച് നിൽക്കുന്ന ഒരു ചെടികളിലാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിന് വ്യത്യാസം കാണാനായിട്ട് പറ്റും. എന്ത് പറ്റും? നല്ല പച്ചപ്പായി വരും.
അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ട് ചാക്കിൽ വരുന്ന നമുക്ക് വളങ്ങൾ, അതായത് ഫണ്ടമെന്റൽ ഫെർട്ടിലൈസർ അതല്ലെങ്കിൽ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങൾ പ്രധാനമായിട്ട്. മനസ്സിലായോ? അപ്പൊ ഇനിയും ഇതിനെ കുറിച്ച് സംശയം ഉണ്ടെന്ന് ചോദിച്ചു. ഭൂമിത്ര പോട്ടിംഗ് മിശ്രിതത്തിൽ കണ്ടുവിടാം. നമ്മൾ ആദ്യമേ ചെടി മുളപ്പിച്ച് ഒരു ഇച്ചിരി വലുതാകുമ്പോഴേ കണ്ട് കയറ്റി നടാവുള്ളൂ ചെടികളിൽ. അതായത് ഒരു ചെടി നമ്മൾ നടുമ്പോൾ ആ ചെടിക്ക് വളരാനുള്ള പ്രോട്ടീൻ ആ ചെടിയുടെ വിത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വളം ഉണ്ടാക്കിയിട്ട് കൊണ്ട് ഉടനെ അവിടെ നടുന്നത്. ചെടികളെ ആദ്യമേ നട്ട് അതിന്റെ തൈ ആയി കഴിഞ്ഞു നടുക. പക്ഷെ മറ്റേ ഫ്രൂട്ട് പ്ലാന്റ്സോ തെങ്ങ് അതുപോലത്തെ സ്ഥായി വിളകൾ എന്ന് വെച്ചറിയോ? സ്ഥായി വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആയിട്ട് ഉണ്ടാക്കുന്ന, അതായത് തെങ്ങ്, കവുങ്ങ്, മാവ് അതുപോലത്തെ ഒക്കെ സ്ഥായി. പിന്നെ ഹ്രസ്വകാല വിളകളുണ്ട്, അതായത് പച്ചക്കറികള് അതുപോലെ കപ്പ, അത് അമാതിരി സാധനം. അപ്പൊ അങ്ങനത്തെ വിളകൾക്കൊക്കെ നമ്മൾ നേരെ മണ്ണിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നടാം. പക്ഷെ മറ്റേത് ചെടി കുറച്ച് വലുതായ ശേഷം കൊടുക്കുന്നതായിരിക്കും സേഫ്. അതിനൊന്നും എക്സ്പയർ ചെയ്യില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിലേക്ക് നമ്മൾ 3:3:1 എന്ന അനുപാതത്തില് ബയോ പവർ, pH ബൂസ്റ്റർ, അതോടൊപ്പം തന്നെ ബയോഗ്രീൻ, ഇത് മൂന്നും വിതറി കൊടുക്കുന്നതാണ് സേഫ്. 3:3:1 pH ബൂസ്റ്റർ, ബയോ പവർ ആൻഡ് ബയോഗ്രീൻ. അതായത് വാഴയ്ക്ക് നമ്മൾ ആദ്യമേ നടുന്ന സമയത്ത് 1/2 കിലോ വെച്ചിട്ട് കൊടുക്കുക, 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരേപോലെ വളരുന്നുണ്ടല്ലോ, ഇപ്പൊ മഞ്ഞള് അങ്ങനത്തെ അതിനൊക്കെ ഇങ്ങനെ ഒരേപോലെ. പിന്നെ ബയോ പവർ കുറച്ചുകൂടി പ്രോട്ടീൻ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ ഇതുണ്ട് കായ്ക്കുന്ന ചെടികൾക്കും നമ്മൾ പെട്ടെന്ന് ഈ കുഞ്ഞ് പലരും നഴ്സറിക്കാരൊക്കെ കൊണ്ട വെച്ചിട്ട് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ ചെടി പ്രായമാകുന്നതിന് മുമ്പേ കായ്ക്കുന്നു. എന്തുകൊണ്ടാ? അവര് ബയോ പവർ ഇട്ട് കൊടുത്തു, പക്ഷെ ഭൂമിത്ര ഇട്ട് കൊടുക്കും. അങ്ങനെയുള്ള കേസിൽ ഉണ്ട്. pH ബൂസ്റ്റർ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ 1.5 വർഷം നമുക്ക് കിട്ടത്തില്ലേ? പിന്നെ രണ്ടാമത് വീണ്ടും അടുത്ത 2 മാസം കഴിയുമ്പോൾ pH ബൂസ്റ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ല, pH ബൂസ്റ്റർ ഫസ്റ്റ് ഒരു തവണ കൊടുക്കും. ബാക്കി പിന്നെ pH ബൂസ്റ്റർ ഒരു തവണ കൊടുക്കുമ്പോൾ തന്നെ 1.5 വർഷം വരെ pH ബാലൻസ്. അത് പിന്നെ കൊടുക്കണ്ടല്ലോ 1.5 വർഷം കഴിഞ്ഞു. നമുക്ക് ഈ വിള നടുന്നതിന് മുമ്പ് നില ഒരുക്കുമ്പോൾ തന്നെ കൊടുക്കാവോ pH ബൂസ്റ്റർ? കൊടുക്കണം. നില ഒരുക്കിയിട്ട് ചെയ്താൽ പോലെ. അല്ല, നമ്മൾ നിലം ഒരുക്കി ആദ്യമേ ആ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇത്തിരി നട്ടാൽ പോലെ. നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആണ്. നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷനും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒന്നാണ്. മൂന്നും കൂടി മിക്സ് ഇങ്ങനെ പുറത്തൊക്കെ വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യമേ pH ബൂസ്റ്റർ ഫുള്ള് കൊടുക്കുക, പിന്നെ അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പിന്നെ ഒരു കാര്യം വിതറില്ല. അതാണ് ഒരു കാര്യം പറയാൻ പോകുന്നത്. ഒരു കാരണവശാലും നമ്മുടെ വളങ്ങള് കുഴി കുഴിച്ചിട്ട് അവിടെ കൊണ്ട് ഒഴിച്ചു മൂടാൻ പാടില്ല കേട്ടാ. കുഴിച്ചു മൂടുന്നതല്ല നമ്മുടെ സാധനം. നമ്മൾ വിതറി ഇട്ട് കൊടുത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അവിടെ സൂക്ഷ്മജീവികളും വളരണം. അതോടൊപ്പം തന്നെ ആ മണ്ണ് തന്നെ കൂടുതൽ ഫെർട്ടൈൽ ആവണം. രണ്ടാമത്തെ കാര്യം, ഒരു ചെടിക്ക് 2 തരം വേരുകളാണുള്ളത്, അറിയാവോ? 2 തരം വേര്. ഒന്ന് തായ് വേരും, ഒന്ന് 4 വേരും. തായ് വേര് എന്ന് പറഞ്ഞാൽ ചെടിയെ പിടിച്ചു വെക്കുന്ന വേരാണ്. ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതിരിക്കാനായിട്ടുള്ള വേരാണ്. അപ്പൊ ആ തായ് വേരിന്റെ ചോട്ടിക്കൊണ്ടാണ് നമ്മൾ വളമിടാൻ പാടില്ല. കുറച്ച് മാറ്റി, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ മുകളിലേക്ക് നോക്കിയാൽ അതിന്റെ ഇലച്ചാർത്തുകൾ എത്ര ദൂരത്തുണ്ടോ അത്രയും ദൂരം വരെ ചെടികളുടെ വേരുകൾ കാണും. അത് അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ വളർത്തെ എടുക്കുന്നത്. അപ്പം നമ്മൾ ചെടികൾ എപ്പോഴും വിതറി ഇട്ട് കൊടുക്കുക. ഒരിക്കലും കുഴിച്ചു മൂടാൻ പാടില്ല. ചെറിയ ചെടികൾക്കൊക്കെ എത്ര അളവ് വേണ്ടി വരും? നിങ്ങളിപ്പം പോട്ടിംഗ് മിശ്രിതമായിട്ട് ഉപയോഗിക്കാനാണോ ഉദ്ദേശിക്കുന്നത്?
ചെറിയ ചെടികൾക്കൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ചെറിയ ചെടികൾക്ക് നമുക്ക് കോമൺ സെൻസ് വെച്ച് പറയാലോ. കുറച്ച് ഇത് ഇച്ചിരി കൊടുക്കും. അതങ്ങനെ പറഞ്ഞാൽ കുറേശ്ശെ കൊടുത്താൽ മതി. തെങ്ങിനാണെങ്കിൽ 3.5 കിലോ pH ബൂസ്റ്റർ, 3.5 കിലോ ബയോപോർ, 1 കിലോ ബയോബി. വല്യതിന് ഒരു 15 വർഷത്തിന് മുകളിലുള്ള മറ്റേതിന് നമുക്ക് എപ്പോഴും ഈ ചെടികൾക്ക് 2 തവണ കൊടുക്കുന്നതാണ് ഇഷ്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയ് ജൂൺ മാസത്തും ഒക്ടോബർ സെപ്റ്റംബർ ആ സമയത്ത് 2 തവണയായിട്ട് കൊടുക്കുന്നതാണ് ചെടികൾക്ക് നല്ലത്. പിന്നെ ലേബർ ചാർജും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ ജൈവം ആയതുകൊണ്ട് തന്നെ 1 തവണ കൊടുത്താലും മതി. അത് പയ്യെ അലിഞ്ഞ് ചേർന്നു. അപ്പൊ ചാക്ക് വളങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി സംശയമുണ്ടോ? അല്ല, കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കടലിലെ മുഴുങ്ങിയ കക്ക നേരിട്ട് അത് ചൂളയിൽ വെച്ച് അത് നീറ്റും. അപ്പോഴാണ് അതൊരു കെമിക്കലായിട്ട്, കുമ്മായമാണ് ഒരു കെമിക്കലായിട്ട് വരുന്നത്. കാൽസ്യം കാർബണേറ്റ് നമുക്കറിയാം, അത് നേരിട്ട് അവിടെ നിന്ന് തന്നെ എടുത്തു കൊണ്ടുവരുന്ന ഒന്നാണ്. കെമിക്കൽ അല്ല ഇതിന്റെയൊക്കെ. ഇപ്പം നിങ്ങൾ ചോദിക്കും ഓർഗാനിക് കാർബൺ, അത് ഇതിനൊക്കെ കെമിക്കൽ നെയിംസ് അതോടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഓർഗാനിക്കില് ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും അല്ലേ, STC, ഹോമിയോ, അഗ്രോകെയർ. കേൾക്കാത്ത എല്ലാവരും ഉണ്ടായിരുന്നു, അത് പറഞ്ഞേര് ഉണ്ടാ. എവിടെ നോക്കിയാലും ആളുകളുടെ റിപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് റിപ്പോർട്ടുകളുണ്ട് നമുക്ക് ഇത് ചെയ്ത് അതായത് വൃക്ഷലതാദികളിൽ വരുന്ന എല്ലാ രോഗങ്ങൾക്കും എല്ലാ കീടങ്ങൾക്കും ഒരേ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. മാത്രവുമല്ല ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ഇപ്പൊ ഒരു തെങ്ങിനെ തന്നെ നമ്മൾ എടുക്കാൻ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, കൂമ്പ് ചീല്, മണ്ടരി, ചെന്നീരൊലിപ്പ്, കാറ്റ് വീഴ്ച, വെള്ളക്കം, നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ വരിക ഇല്ലേ? അപ്പൊ നിങ്ങൾ പറയണ എല്ലാത്തിനും ഇതൊരെണ്ണം മതി. അതല്ലേ ഗുണം. ഇപ്പൊ ഏത് രോഗമാണെങ്കിലും ഇത് മതി, ഏത് കീടമാണെങ്കിലും മതി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തിരിക്കുന്ന ഒരു ചെടിയിൽ, അപ്പൊ ചിലര് ചോദിക്കും അപ്പൊ രോഗം ഉണ്ടായിട്ട് കൊടുത്താൽ പോരെ? രോഗം ഉണ്ടായിട്ട് കൊടുത്താൽ മതിയോ? ഒരിക്കലും അല്ല. ഇത് ചെടികളിൽ കൊടുക്കേണ്ടത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിക്കാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് കൊടുക്കുന്ന ചെടികളിലാണ് ഒരു തരത്തിലുള്ള കീടവും വരൂല, ഒരു തരത്തിലുള്ള രോഗവും വരൂല. ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ചെടികൾ കൊടുക്കുന്നത് കൂടുതൽ നല്ലത്. പിന്നെ ഇപ്പം ഒരു കൊമ്പൻ ചെല്ലി ഒരു തെങ്ങിനെ ആക്രമിച്ചു, മനസ്സിലായോ? പക്ഷേ നമുക്കറിയാം ഒരു കൊമ്പൻ ചെല്ലി മുട്ടയിടുന്നത് എവിടെയാ? ചാണകത്തിലോ അല്ലെങ്കിൽ ജൈവാംശത്തിലോ ആയിരിക്കും. എന്നാൽ ചെമ്പൻ ചെല്ലി മുട്ടയിടുന്നത് എവിടെയാ? തെങ്ങിന്റെ ഉള്ളില്, അതിന്റെ കാണ്ഡഭാഗത്തായിരിക്കും. ഇത് മുട്ടയിടുമ്പോ ശരിക്കും പറഞ്ഞാൽ 300 മുതൽ 400 മുട്ട വരെ ഒറ്റ തവണ ഇടും, മനസ്സിലായോ? എന്നിട്ട് ഈ മുട്ടകളെല്ലാം വിരിഞ്ഞ് പുഴുക്കളാവുകയും ആ കാണ്ഡഭാഗം മുഴുവൻ കടിച്ചു നിന്ന് ശരിക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ അകഭാഗം മുഴുവനും തിന്ന് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. തെങ്ങ് നല്ലതായിട്ടിരിക്കും, പക്ഷെ തെങ്ങ് മറിയും. എന്തുകൊണ്ടാ? നമ്മളുടെ ഇതിന്റെ അകഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കും. ഈ തെങ്ങ് മറിയുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. ഈ തെങ്ങ് മറിയുമ്പോൾ ഈ തെങ്ങിലുള്ള ഈ ചെറിയ ചെമ്പൻ ചെല്ലുകളെല്ലാം മെച്ചുറാകുകയും ആ പ്രദേശത്തുള്ള മുഴുവൻ തെങ്ങുകളെ ആക്രമിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ, നമ്മുടെ ഹോമിയോ അഗ്രോകെയർ കൊടുക്കുന്ന ഒരൊറ്റ തെങ്ങിനെ പോലും ഇത് ആക്രമിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർബന്ധമായിട്ട് ഇത് കൊടുത്തിരിക്കണം എന്ന്. ഒരെണ്ണത്തെ വന്നാൽ പോലും മറ്റുള്ളവയ്ക്ക് ഒന്നും വരാതിരിക്കാൻ എന്ത് കൊടുക്കണം? ഹോമിയോ അഗ്രോകെയർ. മനസ്സിലായോ? ഇപ്പൊ ഹോമിയോ അഗ്രോകെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളരെ കുറച്ച് മതി. പലരും വിചാരിക്കണം വളരെ ഇച്ചിരി കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നൊക്കെ ഒരു തോന്നൽ പലർക്കും വരും. കാരണം അങ്ങനെ വരുന്ന, പക്ഷെ ഒരിക്കലും അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയും. അതായത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഹോമിയോപ്പതി പഠിച്ചവര് ഉണ്ടോ? ഇപ്പൊ ഹോമിയോപ്പതിക്ക് നമുക്കറിയാം അതിൻ്റെതായ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് അത് കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഇത് എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തെങ്ങിന് നമ്മൾ കൊടുക്കുന്നു, വലിയ തെങ്ങിന് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് എല്ലാവരും വേണമെങ്കിലും ഒന്ന് എഴുതിയെടുത്തോളൂ.
വലിയ തെങ്ങിന് ഒരു വർഷത്തേക്ക് 17 ഗ്രാംസ് ആണ് വേണ്ടത്. വെറും 17 ഗ്രാംസ് മതി. മനസ്സിലായോ? 17 ഗ്രാം മാത്രം മതി ഒരു വർഷത്തേക്ക്. അതില് ആദ്യമേ നമ്മൾ കൊടുക്കേണ്ടത് 15 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെങ്ങിന്റെ വേരിൽ നിന്ന് ഒരു 2 അല്ലെങ്കിൽ 1.5 അടി മാറ്റി ചോട്ടില് ഒരു വേരിൽ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. 5 ലിറ്റർ വെള്ളത്തിൽ എത്ര ഗുളിക, എത്ര ഗ്രാമാ? 15 ഗ്രാം. മനസ്സിലായോ? ഒരു ഇത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അടുത്തത് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? 100 ഗുളിക അഥവാ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കണം. അതുകൊണ്ട് നമുക്ക് 3 തെങ്ങുകൾക്ക് ഉപയോഗിക്കാം. ഏതാണ്ട് ഒരു 330 ml മതി. അതായത് 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 330 × 3. അപ്പൊ 3 തെങ്ങുകൾക്ക് ഇതുകൊണ്ട് ഉപയോഗിക്കാം. എങ്ങനെയാ? ഒരു 330 എടുത്തിട്ട് ഒരു നല്ല പ്ലാസ്റ്റിക് കവർ, ഉപയോഗിച്ചതോ ചീത്ത മണമുള്ളതോ ചീത്ത വെള്ളമോ. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഒരു കാരണവശാലും ഹോമിയോ അഗ്രോ കെയറിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല. വളമോ അല്ലെങ്കിൽ ചീത്ത വെള്ളമോ ഒന്നും. നല്ല വെള്ളമായിരിക്കണം. അമോണിയ ചേർന്ന വെള്ളം പാടില്ല. മനസ്സിലായോ? നല്ല വെള്ളമായിരിക്കണം. വേറെ ഒരു ഇപ്പൊ നമ്മുടെ ബയോഗ്രോത്ത്, ബയോസെക്, ബയോഗാർഡ്, അങ്ങനെ നമുക്ക് ഓർഗാനിക്കിന്റെ നമുക്ക് ബയോ കൺട്രോൾസും ബയോ ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉണ്ട്. അതിന്റെ ഒന്നിനെ കൂടെ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം 6-7 പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. മനസ്സിലായ? ഹോമിയോ കൊടുക്കേണ്ട രീതിയിലും വ്യത്യാസമുണ്ട്. മറ്റേത് കൊടുക്കുന്നത് കുളിപ്പിച്ച് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് എങ്ങനെയാ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 15 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 ഗ്രാം അഥവാ 100 ഗുളിക 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ നിന്ന് 330 ml ഒരു പെൻസിൽ വണ്ണമുള്ള ബ്രൗൺ അല്ലെങ്കിൽ ചുമന്ന വേര് നമ്മൾ താഴ്ത്തുമ്പോൾ കാണാം. വലിയ ദൂരം ഒരു 1 അടി 2 അടി മാറ്റി നോക്കുമ്പോൾ കിട്ടും. അതിനെ നമ്മൾ പതുക്കെ പൊക്കിയെടുത്ത്, അല്ലെങ്കിൽ വെച്ചാൽ അവിടെ ഒരു കുഴി ഒഴിച്ചിട്ട് പതുക്കെ എടുക്കണം. ഏതെങ്കിലും കാരണവശാൽ അത് മുറിഞ്ഞെന്നോർത്തോ അല്ലെ ചതഞ്ഞെന്നോർത്തോ ആ ചതഞ്ഞ അതിന്റെ മോൾ ഭാഗം വെച്ച് മുറിച്ചു കളയണം. നമ്മൾ ഇരിക്കുന്ന ഭാഗം ഫ്രഷ് ആയിരിക്കണം. എന്നിട്ട് ഈ 330 ml ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഈ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആ വെള്ളത്തിൽ കൃത്യമായിട്ട് മുങ്ങിക്കിടക്കണം നമ്മുടെ സൊല്യൂഷനില് വേര്. മനസ്സിലായോ? സൊല്യൂഷൻ കെട്ടിക്കൊടുക്കുന്നത് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 3 എണ്ണത്തിന് പറഞ്ഞു 330 ml എടുക്കുക. ആ പ്ലാസ്റ്റിക് കവറിൽ ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒരു വേര്, പെൻസിൽ വണ്ണമുള്ള വേര് 45 ഡിഗ്രി ചരിച്ച് മുറിച്ചിട്ട് ഈ സൊല്യൂഷൻ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇതിനി ചെയ്യേണ്ടത് 4 മാസം കഴിഞ്ഞ് ഒരു തവണ, 8 മാസം കഴിഞ്ഞ് 2ാമത് തവണ. അങ്ങനെ ഒരു വർഷത്തിലെ 3 തവണ മാത്രം ചെയ്താൽ മതി. മൂന്നാമത്തെ തവണ ഇത് തന്നെ. കഴിയുന്നതും ഫ്രഷ് ആയിട്ടുള്ള വേരെടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം, നല്ലത്. മണ്ണിട്ട് പോകണം. വളമൊക്കെ എന്ത് ഇത് ഹോമിയോ അഗ്രോ കെയർ ഒരിക്കലും ഒരു വളവുമല്ല വിഷവുമല്ല കേട്ടോ. നിങ്ങൾ പലരും ചോദിക്കുന്നത് ഇത് വളമല്ലേ, പിന്നെ ഇത് വളവുമല്ല. ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ചെടികൾ വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ശക്തിയേറിയ വേരുകൾ വരുന്നുണ്ട്. ഈ വേരുകള് മണ്ണില് ഉപയോഗിക്കാതെ ചെടികൾക്ക് എടുക്കാൻ പറ്റാത്ത pH കുറഞ്ഞ മണ്ണിലാണേലും ലവണാംശമുള്ള മണ്ണിലാണേലും വളത്തെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ആ പച്ചപ്പും ആ ഗ്രോത്തും വരുന്നത്. അല്ലാതെ ഇതൊരു വളമല്ല. മനസ്സിലായോ? ഇപ്പൊ ചെറിയ തെങ്ങുകളാണ് നമുക്ക് ആക്സസ്, നമുക്ക് അതിനകത്ത് സ്പ്രേ ചെയ്യാൻ പറ്റിയ വലിപ്പമുള്ളൂ തെങ്ങുകൾ. ശരിക്കും പറഞ്ഞാൽ തെങ്ങുകൾ നടുമ്പോൾ തന്നെ നിങ്ങൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് ആ തെങ്ങുകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ കുരുത്തോല കൂമ്പില് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഓടിച്ച് സ്പ്രേ ചെയ്ത് വെച്ചേക്കുക. എപ്പോഴാണോ നടുന്നത് അപ്പം നട്ടാൽ മതി, പക്ഷെ അതിനെ അവിടെ വെച്ചേക്കണം. അത് കഴിഞ്ഞ് എപ്പോൾ നടാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എടുക്കുന്ന കുഴിയുണ്ടല്ലോ, കുഴിയിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ സൊല്യൂഷൻ ആ കുഴിയിലൊന്ന് ഒഴിച്ച്, അതായത് വേര് അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഹോമിയോ മുട്ടി ഇറങ്ങുന്ന രീതിയിൽ ഒഴിച്ചുകൂടി കൊടുക്കുക. ചെറിയ രംഗത്ത് രണ്ടാമത്തെ കുഴിയിൽ
രണ്ടാമത്തെ ചെറിയൊരു കുഴി വെച്ചിട്ട് ആ അതാ ആദ്യം നമ്മളെ വേര് മുട്ടുന്ന സ്ഥലത്ത്. പിന്നെ അടുത്തത് ചെറിയ നിങ്ങൾക്ക് 3 പ്രാവശ്യം 2 ഗ്രാം കെട്ടി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അത് സെയിം വേര് തന്നെയാണോ? ആ അതായത് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വേരുകളാണ് നല്ലത്. വേറെ വേറെ വേര് വേരുകൾക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? ചുമന്ന ഒരുവിധം പെൻസിൽ വണ്ണമുള്ള വേരുകൾ എടുക്കണം. പിന്നെ മാത്രവുമല്ല, നമ്മളിത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിനകത്തൊന്നും കാണത്തില്ല. അത് മുഴുവൻ ചെടി വലിച്ചെടുക്കും, പ്രത്യേകിച്ച് വേനൽക്കാലത്താണെങ്കിൽ പോലും. അപ്പം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനിയും ചെറിയ തെങ്ങുകൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാതെ? ചെറിയതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുള്ളൻ തെങ്ങുകൾക്കും ഇത് ബാധകമാണ്. നമുക്ക് ആക്സസ് ആയിട്ടുള്ള, നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള തെങ്ങുകൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നോ. അതിന് നമ്മൾ ആ തെങ്ങിന്റെ കുരുത്തോല കൂമ്പ് എന്ന് പറയും. അതായത് ആ നല്ല ഏറ്റവും ടെൻഡർ ലീഫ് കുരുത്തോല കൂമ്പ്, മനസ്സിലായോ? ഇങ്ങനെ നിൽക്കുന്ന അതിനകത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ പലരും ചെയ്യുന്ന തന്നെ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂമ്പിൽ ഒഴിച്ചു കൊടുക്കല്ല, കുരുത്തോലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ സൊല്യൂഷൻ ആ കുരുത്തോല കംപ്ലീറ്റ് ഒരൊറ്റ ഓലയിൽ കൊടുത്താൽ മതി. കുരുത്തോലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ സൊല്യൂഷൻ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക്, ഞാനതാ പറഞ്ഞ അതിൻ്റെത് ഞാൻ വലിപ്പമാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ വലിപ്പമുള്ള, ഇപ്പൊ ചെറിയ ഗംഗാബോണ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ തേങ്ങ കുഞ്ഞാണ്, അതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം. മണ്ണിൽ ഒഴിച്ചു ഷുവറായിട്ടും പറ്റുമല്ലോ. ഏലത്തിന് നമ്മൾ എത്ര ഏലം ഉണ്ടോ, നമ്മൾ അതിനൊക്കെ ചെയ്യുമ്പോൾ അവര് കെമിക്കല് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് എത്ര ബാരൽ ഉപയോഗിക്കുന്നു എന്ന് അവരോട് ചോദിക്കാം, അവർക്കറിയാം. അതിന്റെ 1/3 പോർഷൻ ആണ് നമുക്ക് അടിക്കേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ ആ 4ൽ 1 ഭാഗം മാത്രം കൂട്ടിയാൽ മതി. എത്ര നമ്മൾ കൂട്ടുന്നോ, ഇപ്പം അതിന്റെ എത്ര ഗ്രാം കൂട്ടുന്നോ അതിന്റെ പകുതി ലിറ്റർ വെള്ളം മതി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം 100 ഗ്രാം ആണെങ്കിൽ 50 ലിറ്റർ വെള്ളം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ. മനസ്സിലാവുന്നുണ്ടോ? 100 ഗ്രാം കൊണ്ട് നമുക്ക് 50 ലിറ്റർ വെള്ളത്തിൽ കലക്കാം. എന്നിട്ട് ഏലത്തിന് എങ്ങനെയാ മിസ്റ്റ് രൂപത്തിൽ ഓടിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്ത് ഓടിച്ചു കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ചോട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതാ നോസിൽ കൊണ്ട് തന്നെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കും. ഏലത്തിനൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് കിടപ്പനൊന്നും വരുന്നില്ല, കീടങ്ങൾ വരുന്നത് ഭയങ്കര റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നിറച്ച് അതിനകത്ത് ഏലക്ക നല്ല ഇത് ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ചെടികളിലെ കിട്ടുന്ന കായകൾക്ക് നല്ല രുചിയായിരിക്കും, നല്ല ഷേപ്പായിരിക്കും, നല്ല വെയിറ്റ് ആയിരിക്കും, നല്ല ആകൃതി ആയിരിക്കും. മനസ്സിലായോ? സാധാരണ എന്തെങ്കിലും വ്യത്യാസം, നല്ല സൈസായിരിക്കും. നല്ല നിറവും കിട്ടും. റബ്ബറിന് പട്ട മരപ്പ് തന്നെയാണ് പ്രധാനം. അപ്പൊ പട്ട ഉണ്ടല്ലോ, ആ പട്ടയിൽ ആദ്യം തന്നെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ സൊല്യൂഷൻ കുറ്റുമണലുണ്ട്, ആ മണലിൽ കുഴയ്ക്കുക. എന്നിട്ട് ഈ ഇതിൽ ഇങ്ങനെ നമുക്കൊന്ന് തേച്ച് കൊടുക്കുക. 2 മാസം കഴിയുമ്പോൾ ഈ സ്പ്രേ കൊണ്ട് അവിടെ ഒന്നുകൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2, 3, 4 ഇച്ചിരി സമയം എടുക്കും, നമുക്ക് പേഷ്യൻസ് വേണം. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മള് റബ്ബറിനൊന്നും അധികം തട എടുക്കാൻ പാടില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരിൽ കൂടി പൊട്ടൽ വരും, അവിടെ കൂടി ഫംഗസ് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും തെങ്ങിന് മാത്രമേ നമ്മൾ വേരി കൊടുക്കുന്നുള്ളൂ കേട്ടാ. വേറെ ഒരു ചെടിയിലും വേരി കൊടുക്കാൻ പാടില്ല, വേര് മുറിക്കാൻ പാടില്ല. ബാക്കി എല്ലാത്തിനും, ഇപ്പം ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും അതുപോലത്തെ എല്ലാത്തിനും എങ്ങനെയാ കൊടുക്കുന്നത്? ചെടിയുടെ 3ൽ 1 ഭാഗം മിസ്റ്റ് രൂപത്തിൽ ഇളം വെയിലുള്ളപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 3ൽ 1 ഭാഗം മാത്രം മതി. ഒരു ചെടിയിൽ 1000 ഇലയുണ്ടെങ്കിൽ എത്ര ഇലയുടെ അടിയിട്ടിടണം?
330 ഇലകളിൽ വീണാൽ മതി. അതുപോലെ 1/3 ഭാഗത്ത് മാത്രം മിസ്റ്റ് രൂപത്തിൽ, അതും നമ്മളിങ്ങനെ കുളിപ്പിച്ചടിക്കരുത്. എങ്ങനെ ചെയ്യണ്ടേ? ഇങ്ങനെ പോക്കാ പോലെ അടിച്ചാൽ മതി. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അണ്ണാനും ഇപ്പൊ ഒത്തിരി പേര് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു മേഡത്തിന്റെ അവർ ചെയ്തിട്ട് മലയെണ്ണ വന്ന് മുഴുവൻ തേങ്ങയും എല്ലാ ദിവസവും താഴെ വീഴുന്നുണ്ടായിരുന്നു. മലയെണ്ണ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇത് അടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ ചെടി നമ്മളിപ്പം ഏത് ചെടിയിലാണോ ഈ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുന്ന ആ ചെടി മാത്രമേ പ്രൊട്ടക്റ്റഡ് ആവുള്ളൂ. ഒരുപക്ഷെ അതായത് അടുത്തുകൂടിയൊക്കെ വന്നിട്ട് പോകും. ഇത് വരൂലെന്നല്ല നമ്മൾ പറയുന്നത്, ചെടിയെ നശിപ്പിക്കൂല. അതിന്റെ അടുത്തുകൂടി വന്നിട്ട് പോയാലും ഇതിനെ നശിപ്പിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ചെടികളും കീടങ്ങളെയും രോഗങ്ങളെയും അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു സ്മെല്ല് പുറപ്പെടുവിക്കുന്നുണ്ട്, ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അത് സ്റ്റോപ്പ് ആവുക. ശരിക്കും ഇത് നമ്മൾ ചെടികളിൽ ഒരു നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിൽ ഉള്ള പോലെ തന്നെ ചെടികളിലും ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അല്ലിലോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായ ടേസ്റ്റിലും അതോടൊപ്പം തന്നെ സ്മെല്ലിലും വ്യത്യാസം വരും. നമുക്കത് മനസ്സിലാവില്ല, കീടങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല, നമുക്ക് അതായത് നമ്മൾ ആ ചെടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ ആ ചെടികൾക്ക് അത്, ആ ചെടിയിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അത് വിട്ടു. ഇപ്പം ഒരു ചെടിയിൽ നിറച്ച് മാങ്ങയുണ്ട് അല്ലെങ്കിൽ തേങ്ങയുണ്ട്. ആ തേങ്ങ ഒരു എലി വന്ന് അതിന് തിന്നുന്നില്ല, ഇത് ഹോമിയോ കൊടുത്ത്. പക്ഷെ ആ ഒരു തേങ്ങ താഴെ വീണട്ടെ ഓടി വന്ന് എലി തിന്നും. കാരണം മരത്തെ നിൽക്കുമ്പോൾ മാത്രമേ ഇതിന്റെ എഫക്റ്റ് ഉള്ളൂ.